ഓം നമ ശിവായ. വരുന്ന ഒരാഴ്ചക്കാലം 12 രാശിക്കാർക്ക് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഉള്ളത്. മേടം രാശിക്കാരിലുള്ള ആളുകൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. എക്സാം എഴുതി അതിൻ്റെ ഫലം കാത്തിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള ചില ഫലങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. മാത്രവുമല്ല, സന്തോഷ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയും. ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്താനോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോണിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ബിസിനസ് വിപുലപ്പെടുത്താനുള്ള വായ്പാ സൗകര്യം ലഭിക്കും. കുട്ടികൾക്ക് പഠന നേട്ടങ്ങൾ ഉണ്ടാകും. മത്സര പരീക്ഷകളിൽ നല്ല വിജയം, അവർ പങ്കെടുത്ത കലാമേഖലകളിലെ പ്രകടനങ്ങൾക്ക് സമ്മാനങ്ങൾ ലഭിക്കുക, അങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടാകും. കച്ചവടക്കാർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരം കൂടിയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഔദ്യോഗിക രംഗത്തുള്ള ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ജോലി മാറ്റത്തിനുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. സാമ്പത്തികമായി അത് നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും. ചിലപ്പോൾ ഇപ്പോഴുള്ള ജോലിയിൽ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കാം. അത് സാമ്പത്തികമായി നിങ്ങളെ കൂടുതൽ നല്ല നിലയിലേക്ക് എത്തിക്കും. കിട്ടാനുള്ള പണം നിങ്ങൾക്ക് കിട്ടാനുള്ള സാഹചര്യം കൂടി ഈ ആഴ്ച കാണുന്നുണ്ട്. പൊതുവെ വളരെ ഗുണമുള്ള ഒരാഴ്ചയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ളത്. എങ്കിലും ചെറിയ ചില വിഷമങ്ങൾ മനസ്സിനുണ്ടാകും. അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയുന്നവർ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ഈശ്വരാധീനത്തോടുകൂടി മുന്നോട്ട് പോവുക. പുതിയ ചില തുടക്കങ്ങൾക്ക് പറ്റിയ ഒരു വാരമാണ് ഇത്. അതുകൊണ്ട് തന്നെ പുതിയ സംരംഭം തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തുടക്കങ്ങളോ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സമയം അനുയോജ്യമാണ്. മേടക്കൂറുകാർക്ക് ഈ ആഴ്ച ഇങ്ങനെയാണ് പോകുന്നത്. എന്തായാലും നിങ്ങൾ ഈശ്വരവിശ്വാസത്തോടുകൂടി ഈശ്വരാധീനത്തോടുകൂടി മുന്നോട്ട് പോവുക. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. പ്രവർത്തന രംഗത്ത് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഇടവക്കൂറുകാർക്ക് കഴിയും. മാത്രമല്ല, ജോലിയിൽ ഉയർച്ച ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഏറെ നാളായി നിങ്ങൾ ജോലിയിൽ ഒരു ഉയർന്ന പോസ്റ്റിന് വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നുവെങ്കിൽ അതിനുള്ള ഒരു അവസരമാണ്. ഈശ്വരാധീനത്തോടുകൂടി നിങ്ങൾക്ക് ആ പോസ്റ്റ് ലഭിക്കും. പുതിയ ജോലി, കൂടുതൽ ശമ്പളവും കൂടുതൽ ആനുകൂല്യങ്ങളുമുള്ള പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനും ഈ രാശിക്കാർക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രവർത്തന രംഗത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മേലധികാരികൾ പ്രശംസിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് വലിയ രീതിയിൽ ലാഭം നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ച ചില പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ബിസിനസ്സിൽ അത് ഗുണം ചെയ്യും. അത് നിങ്ങളുടെ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ മെച്ചപ്പെടുത്തുന്ന നിലയിലേക്ക് പോകും. മാത്രമല്ല, വീട്ടിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകും. ഈ രാശിക്കാർക്ക് കുടുംബവുമൊത്ത് ഈ ആഴ്ച സമയം ചെലവഴിക്കാൻ കഴിയും. ചെറിയ ചില യാത്രകൾ പോകാനോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാനോ അങ്ങനെ കുടുംബവുമൊത്ത് സന്തോഷം ചെലവിടാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ വന്നു ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ വീടുകളിലേക്ക് അതിഥികൾ എത്താനുള്ള സാഹചര്യം ഉണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അനുകൂല
അനുകൂലമായിട്ടുള്ള നിരവധി മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലിയിൽ വളരെ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു. പൊതുവെ ഗുണാത്മകമായ ഒരു സാഹചര്യമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച കാണുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അളവിൽ കൂടുതലായിട്ട് പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ആ പണം വിനിയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കടം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ അനാവശ്യമായ ചിലവുകൾ ഏറെ വരാനുള്ള സാധ്യതയുണ്ട്. ആ ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചില ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ പറ്റിയൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ ലാഭം ലഭിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഈ ആഴ്ച. എന്തായാലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചും ഉള്ളത്. ഈശ്വരാധീനത്തോടു കൂടി മുന്നോട്ട് പോവുക, ക്ഷേത്രങ്ങളിൽ പോകാൻ ശ്രമിക്കുക, ദൈവത്തിന് കഴിയുന്നത് നൽകി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈശ്വരാധീനമാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് മുന്നോട്ട് പോവുക. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത് എങ്കിലും കുടുംബത്തിൽ ചില സമാധാനക്കുറവ് ഉണ്ടാകും. കുട്ടികളുടെ പഠന കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. ഭാര്യയുമായോ അല്ലെങ്കിൽ ഭർത്താവുമായോ ഒക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചില പിണക്കങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അതൊക്കെ വളരെ നയപരമായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾ ഈ വാരം സ്വീകരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. ചില വിട്ടുവീഴ്ചകളൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ശ്രമിക്കുക. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ നിങ്ങൾ മുൻകൈ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദേഷ്യം വരുമ്പോൾ എടുത്തടിച്ച പോലെ സംസാരിക്കാതിരിക്കുക. കുറച്ച് ക്ഷമയോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക. കുട്ടികളെ പഠനകാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. പൊതുവെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും തൊഴിൽ രംഗത്തും നല്ല നേട്ടം ഉണ്ടാകും. തൊഴിൽപരമായൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഔദ്യോഗിക രംഗത്ത് ഉള്ള ആളുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി, പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലി, സർക്കാരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കാരണം ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറുന്നതിനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് ഔദ്യോഗിക രംഗത്തുള്ളവർ വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറുക. പിന്നെ മീറ്റിങ്ങുകളിലും മേലധികാരികളോട് സംസാരിക്കുമ്പോഴുമൊക്കെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുക. നിങ്ങളുടെ ദേഷ്യം അല്പം കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തികമായിട്ട് ഏറെ നല്ല ഒരു അവസ്ഥയുണ്ടാകും എന്ന് പറയാൻ കഴിയില്ല. കാരണം സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഡിജിറ്റൽ തട്ടിപ്പുകൾ പോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. വലിയ സാമ്പത്തിക നഷ്ടത്തിനുള്ള ഒരു അവസ്ഥ, നിങ്ങളുടെ അശ്രദ്ധ മൂലം സാമ്പത്തിക നഷ്ടത്തിനുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക. ഈശ്വരനെ പ്രാർത്ഥിക്കുക, ക്ഷേത്രങ്ങളിൽ പോവുക, ഈശ്വരാധീനത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തായാലും മിഥുനക്കൂറുകാരുടെ ഈ ഒരാഴ്ച ഇങ്ങനെയാണ് കാണുന്നത്. അടുത്തത് കർക്കിടകക്കൂറുകാരാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഗുണദോഷ സമ്മിശ്രാവസ്ഥ അനുഭവപ്പെടുന്നതാണ് ഈ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ. നിങ്ങൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള ചില അവസരങ്ങൾ വന്നു ചേരും. ഏറെ നാളായി കാത്തിരിക്കുന്ന ആളുകൾ, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ട്. മാത്രവുമല്ല, നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള സാഹചര്യം കാണുന്നു. ഏറെ നാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ജോലി നേടിയെടുക്കാൻ ഈ ആളുകൾക്ക് കഴിയും. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വിവിധ നേട്ടങ്ങൾ കാണുന്നുണ്ട്. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറുകിട ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ അല്ലെങ്കിൽ വൻകിട ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു.
നിങ്ങൾക്ക് പലവിധ സാമ്പത്തിക ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. പൂർണ്ണമായി അനുകൂലമല്ലാത്തത് കൊണ്ട് തന്നെ ഈ കർക്കിടകക്കൂറിൽപ്പെട്ട ആളുകൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആളുകൾക്ക് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ കോളേജ്, മറ്റ് സ്കൂള്, പരീക്ഷകൾ ഇതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഏറെ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഔദ്യോഗിക രംഗത്തുള്ളവരും അല്പം ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഏറെ നാളായി എന്തെങ്കിലും സാധനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ സ്വന്തമായി കിട്ടുന്ന ഒരു വാരം കൂടിയാണ്. പിന്നെ ചെറിയ ചില യാത്രകൾ, ഹ്രസ്വമായിട്ടുള്ള ചില യാത്രകൾക്ക് സാധ്യത കാണുന്നു. അത്തരം യാത്രകളിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഉണർവേകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അനുകൂലമായ അവസ്ഥ കാണുന്നുണ്ട്. ഏറെ നാളായി ആർക്കെങ്കിലും കടം കൊടുത്ത പണം അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിനുള്ള ഒരു അവസ്ഥ കൂടി കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു. നിങ്ങളുടെ സാമ്പത്തിക നിലയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളെ ഈ ആഴ്ച കാണാൻ കഴിയുകയും അവരുമായി സമയം ചെലവഴിക്കാൻ കഴിയുകയും ചെയ്യുന്നു. സമാഗമവും കാണുന്നുണ്ട്. നിങ്ങളുടെ വീടുകളിലേക്ക് ബന്ധുക്കൾ വരാം, അല്ലെങ്കിൽ നിങ്ങൾ ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കാനുള്ള സാഹചര്യവും കാണുന്നു. ചില സുപ്രധാനമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുതിർന്നവരുടെ അഭിപ്രായം തേടാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്തായാലും ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല നിലയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും. സമ്മിശ്രമാണ്, ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ആഴ്ചയാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഈ ആഴ്ച. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടമാണ് ഇതിൽ എടുത്തു പറയാനുള്ളത്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരാനുള്ള സാഹചര്യം കാണുന്നു. ലോട്ടറി ഭാഗ്യം പോലുള്ള ഭാഗ്യങ്ങൾക്ക് സാധ്യത ഉണ്ട്. മാത്രവുമല്ല, പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ചില ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് തുടങ്ങാൻ കഴിയുന്നു. അതിന് വേണ്ട ബാങ്ക് ലോണുകൾ റെഡിയായി കിട്ടുന്നു. അതിന് വേണ്ട സാമ്പത്തിക സ്രോതസ് ലഭിക്കുന്നു. അങ്ങനെ വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വിദേശത്തു നിന്ന് പണം ലഭിക്കാനോ, അല്ലെങ്കിൽ ഈ രാശിയിലുള്ള ആളുകൾക്ക് വിദേശത്തു നിന്ന് പണം ലഭിക്കാനോ, വിദേശവുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളിൽ ഏർപ്പെടാനോ ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കൈവരിക്കാൻ കഴിയും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ്. പ്രത്യേകിച്ച് നല്ല ജോലി ലഭിക്കാൻ കഴിയും. ഓഫീസുകളിൽ ഇപ്പോൾ നിലവിൽ ജോലി എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഉയർന്ന സ്ഥാനം ലഭിക്കാൻ കഴിയും. മാത്രവുമല്ല, ജോലി മാറ്റം ലഭിക്കാൻ കഴിയും. സർക്കാർ സർവീസിലൊക്കെയുള്ള ആളുകൾക്ക് ശമ്പളം കൂടുതൽ ലഭിക്കുന്നതിനും, മാത്രവുമല്ല പ്രൈവറ്റ് സർവീസുകളിലുള്ള ആളുകൾക്ക് പുതിയ നല്ല ജോലിയിലേക്ക് മാറാൻ കഴിയുന്നതുമായിട്ട് കാണുന്നു. എന്തായാലും അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കരുത്ത് നേടാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ വരുന്നത്. എന്തായാലും ഈ ആഴ്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അശ്രദ്ധ മൂലം ചെറിയ ചില അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൈമുട്ടിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പേശിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് ആരോഗ്യസ്ഥിതി അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാതാപിതാക്കളുമായിട്ട് ചില പ്രശ്നങ്ങൾ, അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക. സംസാരിക്കുമ്പോൾ മിതമായി സംസാരിക്കുക. അമിതമായി കോപിക്കാതിരിക്കുക. അത് പലപ്പോഴും ബന്ധങ്ങളെ കൂടുതൽ ശിഥിലമാക്കാൻ വഴിവെക്കും. അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു സ്ഥിതിയാണ് കാണുന്നത്. പലപ്പോഴും നിങ്ങൾ ജോലി ലഭിക്കാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് കുറച്ച് കാലതാമസം വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അക്ഷമരാകരുത്. നിങ്ങൾ വീണ്ടും പരിശ്രമിക്കുക. നിങ്ങൾക്ക് വളരെ മികച്ച കഠിനമായ പരിശ്രമത്തിലൂടെ വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കാലതാമസത്തിൽ ജോലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തുന്നതുമായി
ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. അതിലൊന്നും നിങ്ങൾ നിരാശരാവേണ്ട കാര്യമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സാമ്പത്തികമായിട്ട് ചില പ്രതികൂല അവസ്ഥകൾ നിങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിനുള്ള ഒരു അവസ്ഥ ഈ ആഴ്ച കാണുന്നുണ്ട്. എങ്കിലും നിങ്ങൾ വിഷമിക്കാതിരിക്കുക, ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഈശ്വരൻ്റെ അനുഗ്രഹമാണ് പ്രധാനമായിട്ടുള്ളത്. പ്രതികൂല അവസ്ഥകളാണ് ഈ ആഴ്ച നിങ്ങളെ സംബന്ധിച്ച് കാണുന്നത്. എങ്കിലും ആ പ്രതികൂല അവസ്ഥകളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ആരോഗ്യം അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ആഴ്ച. അതുകൊണ്ട് ആരോഗ്യ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കുക. കാമുകന്മാർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനും പരസ്പരം ചേർന്നിരിക്കാനും യാത്രകൾ പോകാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകും. വിവാഹ കാര്യത്തിലൊക്കെ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. ചില ആളുകൾക്ക് അതായത് വിവാഹത്തിൻ്റെ വക്കോളം എത്തിയ ചില ആലോചനകളൊക്കെ ചിലപ്പോൾ വേണ്ട എന്ന് വെക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ മനസ്സിന് ഇഷ്ടപ്പെട്ട ചില വ്യക്തികളെ കണ്ടുമുട്ടാനുള്ള സാധ്യത കാണുന്നു. അത് ചിലപ്പോൾ സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ ബന്ധുക്കളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ള ആളുകളാകാം. അങ്ങനെയുള്ള ചില ആളുകളെ കാണാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചില പുതിയ കാര്യങ്ങൾ ആലോചിക്കുകയും ക്രിയേറ്റിവിറ്റിയോടുകൂടി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ആഴ്ച എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പോസിറ്റിവിറ്റി നിലനിർത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾ തളരാതിരിക്കുക. പരമപ്രധാനമായി ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ഈ സമയം കടന്നു പോകും. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ തളർന്നു വീഴാതിരിക്കുക. അടുത്തത് തുലാക്കൂറാണ്. പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് തുലാക്കൂറുകാർക്ക് ഈ ആഴ്ച പറയാനുള്ളത്. സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കുന്നതാണ്. പുതിയ പ്രവർത്തന മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദേശ ജോലിയൊക്കെ ഏറെ നാളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയാണ്. വിസ ലഭിക്കും. അതുപോലെ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. വിദേശ പഠനത്തിനുള്ള സാധ്യത കാണുന്നു. വിദേശത്തേക്ക് പോകാൻ കഴിയുന്നു. അങ്ങനെ ചില അവസരങ്ങൾ. സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്. സാമ്പത്തിക ലാഭം ഉണ്ടാകും. ബിസിനസ്സിലായിക്കോട്ടെ മറ്റ് വഴികളിലൂടെയൊക്കെ സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന ഒരവസ്ഥ. ഭൗതിക സുഖങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് ഈ ആഴ്ച കഴിയും. വാഹനം സ്വന്തമാക്കാനും ഭൂമി, വീട് എന്നിവ സ്വന്തമാക്കാനും നിങ്ങൾക്ക് കഴിയും. ഏറെ നാളായി വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്നിവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വീട് വാങ്ങാൻ കഴിയും. പിന്നെ ചില യാത്രകൾ, വിദേശ യാത്രകളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ചില യാത്രകളായിക്കോട്ടെ, അത്രയും യാത്രകൾക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒത്തുള്ള യാത്രകളായിരിക്കും ഇത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും നേടിത്തരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ വിജയം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടാകും. കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ കഴിയും. കലാപ്രകടനങ്ങളിൽ നല്ല രീതിയിൽ പ്രശംസ പിടിച്ചുപറ്റാനും ഇവർക്ക് കഴിയും. പരീക്ഷകളിലൊക്കെ നല്ല പ്രകടനം നടത്താൻ കഴിയും. കായിക മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ലതാണ്. കലാമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും നല്ലതാണ്. ജനപ്രതിനിധികളെ സംബന്ധിച്ച് അവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചുപറ്റാനും കഴിയുന്ന അവസരങ്ങൾ ഉണ്ടായി വരുന്നതാണ് ഈ ആഴ്ച. എന്തായാലും ഏറെക്കുറെ വളരെ നല്ല ഒരു ഗുണമുള്ള അനുഭവമാണ് ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ളത്. സാമ്പത്തികമായിട്ടായിക്കോട്ടെ മറ്റ് ജോലിയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അങ്ങനെ പല രീതിയിലും ഗുണമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. ഗുണകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നു. കർമ്മരംഗത്ത് ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകുന്നു. അതായത് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണകരമാകുന്ന മാറ്റങ്ങളായിരിക്കും അത്. നിലവിലുള്ള ജോലിയിൽ ചിലപ്പോൾ സ്ഥാനക്കയറ്റം ലഭിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടും. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറേ ആനുകൂല്യങ്ങൾ ലഭിക്കും.
അല്ലെങ്കിൽ പുതിയ നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാനുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. പുതിയ ജോലിക്ക് പ്രവേശിക്കുന്നവർക്ക് അല്പം താമസം നേരിടും, എങ്കിലും ചില അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിദ്യാർത്ഥികൾ പഠന കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് തൃപ്തികരമല്ലാത്ത ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഉൾക്കൊള്ളാൻ നിങ്ങൾ പ്രാപ്തരാവുക. പ്രത്യേകിച്ച് ജീവിതവുമായി ബന്ധപ്പെട്ട് ചില വിഷമതകൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ആഴ്ചയിലേക്കാണ് കടക്കുന്നത്. സാമ്പത്തികമായിട്ട് വളരെ നേട്ടമുള്ള ഒരു അവസ്ഥയുണ്ട്. സാമ്പത്തികമായി കുറേ പണം നിങ്ങളുടെ കൈകളിലേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നാളായിട്ട് ഈശ്വരാധീന കുറവൊക്കെ ഉണ്ടായിരുന്നു. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി ഈശ്വരാധീന സമയമാണ്. നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടും. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ്. നിങ്ങൾ എന്തിലേക്ക് ഇറങ്ങിച്ചെന്നാലും അതൊക്കെ പ്രാവർത്തികമാവുകയും അത് നിങ്ങൾക്ക് ഗുണകരമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് ചില അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരിക്കാം. അതൊക്കെ മാറി അവർക്ക് ആരോഗ്യം നല്ല രീതിയിലാവുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് മാതാവിനൊക്കെ അസുഖം മാറി സന്തോഷമുണ്ടാകും. നിങ്ങൾക്ക് മംഗളകരമായ ചില കാര്യങ്ങളിൽ ഏർപ്പെടാനും മംഗളകരമായ ചില അവസരങ്ങളിൽ പങ്കുചേരാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കഴിവും നിങ്ങളുടെ പ്രവർത്തനക്ഷമതയുമൊക്കെ മേലുദ്യോഗസ്ഥരും ജോലി സ്ഥലത്തെ മറ്റാളുകളും തിരിച്ചറിയുന്ന ഒരു സമയം കൂടി വരികയാണ്. നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സമയം. നിങ്ങളുടെ കഴിവ് വളരെയധികം പ്രകടിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലരിൽ നിന്നും പ്രശംസകൾ പിടിച്ചു പറ്റാനും നിങ്ങൾ ഏറ്റെടുക്കുന്ന ജോലികൾ വളരെ കൃത്യതയോടെ വ്യക്തതയോടെ ചെയ്തു തീർക്കാനും കഴിയും. മറ്റുള്ളവർ അസംഭവ്യമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നിസ്സാരമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഈശ്വരാധീനം കൂടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്കെല്ലാം വളരെ സുഖകരമായി ചെയ്തു തീർക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പല നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് നല്ല പഠന പുരോഗതി കൈവരിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കും. കച്ചവടക്കാരെ സംബന്ധിച്ച് നല്ല നേട്ടങ്ങളുള്ളൊരു സമയമാണ്. പൊതുവെ ഗുണാത്മകമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ളത്. എങ്കിലും നിങ്ങൾക്ക് ചില മനോവിഷമങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ദാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ടോ ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടാകാം. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുമായി ചിലപ്പോൾ ചില കലഹത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സ്വത്ത് തർക്കത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നിങ്ങൾ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടുക. അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്ന് തലയിടാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം പറയുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചില സുഹൃത്തുക്കളുടെ സഹായം, സുപ്രധാനമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലോ സുപ്രധാനമായിട്ടുള്ള ചില ഘട്ടങ്ങളിലോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി മാറുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിങ്ങൾ ജാമ്യം നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റാർക്കും അമിതമായിട്ട് പണം കടം കൊടുക്കുകയോ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഈ ആഴ്ച വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യമായി ജാമ്യം നിൽക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജോലി സംബന്ധമായിട്ട് ഓഫീസിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുപ്രധാനമായിട്ടുള്ള ഫയലുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ അശ്രദ്ധ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അനുകൂലമായിട്ടുള്ള കുറേ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച ഉണ്ടാകുന്നുണ്ട് എങ്കിലും നിങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരാഴ്ച കൂടിയാണ് ജോലി സംബന്ധമായും മറ്റ് കാര്യങ്ങളാലും. നിങ്ങൾക്ക് കുടുംബത്തിൽ സമാധാനമില്ലായ്മ നിങ്ങൾക്ക് ജോലി സ്ഥലത്തു കൂടി നിങ്ങളെ അലട്ടുന്നതായിരിക്കാം ചിലപ്പോൾ. എല്ലാത്തിനും പരമപ്രധാനമായി നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക, ഈശ്വരൻ്റെ അനുഗ്രഹം തേടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശമനം ഉണ്ടാകും. എന്തായാലും ധൈര്യം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ ഈ ധനുരാശിക്കാർ മുന്നോട്ട് പോകേണ്ടതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. പുതിയ ജോലി ലഭിക്കുന്നതിന് ഇടയുണ്ട്.
പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കൂടുതൽ പഠനം നടത്തുകയും ഒക്കെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ കാണാനോ അവരുമായിട്ട് ചില പദ്ധതികളിൽ ഏർപ്പെടാനോ ഒക്കെയുള്ള സാധ്യത ഈ ആഴ്ച കാണുന്നുണ്ട്. അവരുടെ മാർഗനിർദ്ദേശം നിങ്ങളുടെ മുന്നോട്ട് പോക്കിനെ ഏറെ സ്വാധീനിക്കുന്നതായി കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അപരിചിതരെ വല്ലാതെ അടുപ്പിക്കാതിരിക്കുക. അപരിചിതരായ ആളുകളിൽ നിന്ന് ചിലപ്പോൾ ചില ചതിവുകൾ പറ്റാനുള്ള സാധ്യത ഈ ആഴ്ച നിങ്ങൾക്കുണ്ട്. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക പല കാര്യങ്ങളും. നിങ്ങളുടെ അശ്രദ്ധകളോ അല്ലെങ്കിൽ നിങ്ങളുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസമോ ഒക്കെ ചില പ്രശ്നങ്ങളിൽ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ചില നഷ്ടക്കച്ചവടങ്ങൾക്ക് നിങ്ങൾ നിന്ന് കൊടുക്കാതിരിക്കുക. അത് നിങ്ങളുടെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആളുകൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. സാമ്പത്തിക ഇടപാടുകൾ, കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആളുകളൊക്കെ സാമ്പത്തിക കാര്യങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ആഴ്ച നടത്താൻ. കാരണം ഈ സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾക്ക് പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വലിയ നഷ്ടങ്ങൾ വരുത്തി വയ്ക്കാം. അതുകൊണ്ട് അത് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലമാണ് ഉള്ളത് എങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ജീവിതത്തെ വളരെ പോസിറ്റീവായി കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഒരിക്കലും ആത്മവിശ്വാസം അമിതമായി പോകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവിലും നിങ്ങളുടെ പ്രവർത്തനക്ഷമതയിലുമൊക്കെ വിശ്വാസവും ആത്മവിശ്വാസവും ധൈര്യവും വേണം. പക്ഷേ അത് അമിതമാകരുത്. അത് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട്. പുതിയ ചില വ്യക്തികളെ കണ്ടുമുട്ടും എങ്കിലും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അത്തരം വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ജീവിതത്തിൽ വളരെ പോസിറ്റീവായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈശ്വരവിശ്വാസം പരമപ്രധാനമാണ്. ക്ഷേത്രങ്ങളിൽ പോവുക, പ്രാർത്ഥിക്കുക. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രതികൂലമായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ഒരാഴ്ചക്കാലമാണ് വരുന്നത്. പുതിയ ജോലി ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകും. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് കലുഷിതമായ പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഒട്ടും പറ്റാതെ ജോലി രാജിവെക്കേണ്ട ഒരു അവസ്ഥ വരെ വന്നു ചേരാവുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായോ ഒക്കെ അടിയുണ്ടാക്കുകയോ അവരുമായി വഴക്കുണ്ടാക്കുകയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയം ആണ്. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ഒരിക്കലും മറ്റൊരാളെ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാതെ ഇരിക്കുക. മാത്രവുമല്ല, സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് നിങ്ങൾ അനാവശ്യമായിട്ട് എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ വലിയ നഷ്ടം വരുന്നു. സാമ്പത്തിക കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അമിത ചെലവ് കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക. കുടുംബത്തായാലും ചില പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകും. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, കുട്ടികളുടെ കാര്യം ആലോചിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ചില അവസ്ഥകൾ ഉണ്ടാകാം. കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഏറെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. മൊത്തത്തിൽ പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പുതിയ പദ്ധതികൾക്കൊന്നും തുടക്കം കുറിക്കാതിരിക്കുക. അനാവശ്യമായിട്ട് വലിയ പണം മുടക്കിയുള്ള ചില യാത്രകളോ അല്ലെങ്കിൽ പദ്ധതികളോ ഒക്കെ ഒഴിവാക്കുക. ചില അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. വലിയ ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് പലപ്പോഴും ആളുകൾ നിങ്ങളെ സമീപിക്കാൻ ഇടയുണ്ട്. അത്തരം വലിയ ലാഭം വാഗ്ദാനം ചെയ്ത് വരുന്ന ആളുകളെ വിശ്വസിക്കാതിരിക്കുക. അങ്ങനെ പണം മുടക്കുകയാണെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ച്, ബിസിനസ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു നഷ്ടത്തിൻ്റെ ഒരു സമയമായിരിക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് അനുകൂലമായിരിക്കാം, എങ്കിലും ചിലപ്പോൾ നഷ്ടസാധ്യതകളുണ്ട്. അതിലൊന്നും നിങ്ങൾ തളരാതെ ഇരിക്കുക. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള മാറ്റത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. പൊതുവേ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്.
പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കാണുന്നുണ്ട്. പുതിയ വാഹനം സ്വന്തമാക്കാനും മറ്റേ ചില ഭൗതിക സുഖങ്ങളിൽ അഭിരമിക്കാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകും. കുടുംബവുമായി ഒന്നിച്ച് ചില യാത്രകൾ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടാകും. ബന്ധു സമാഗമം കാണുന്നുണ്ട്. ഈശ്വരവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് തുടക്കമിടുന്ന ഒരു സമയം കൂടി ഈ ആഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ചിലപ്പോൾ പണം നീക്കിവെക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങി വെക്കാനോ ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട്. അമിതമായി പണം കയ്യിലെത്തുമ്പോൾ അത് വിനിയോഗിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വിനിയോഗിക്കുക, അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കും. ചില യാത്രകൾ നിങ്ങളുടെ മനസ്സിനെ ഉന്മേഷം കൊണ്ട് നിറയ്ക്കുകയും നിങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകുകയും ജീവിതത്തിനൊരു പുതിയ ദിശാബോധം നൽകുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം യാത്രകളിൽ പങ്കെടുക്കുക. അത്തരം യാത്രകൾ കുടുംബത്തോടെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആളുകളുമായിട്ടായിരിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകും. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിരിഞ്ഞു നിന്ന ആളുകളൊക്കെ ഒന്നിച്ചു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാമുകന്മാർക്കിടയിലുള്ള സൗന്ദര്യ പിണക്കമൊക്കെ മാറി കൂടുതൽ സന്തോഷത്തോടു കൂടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ വളരെ നല്ല ഫലമുണ്ടാകുന്നു. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുങ്ങി വരികയും വിദേശ യാത്ര പോലും ചിലപ്പോൾ സാധ്യമാകുന്ന ഒരാഴ്ച കൂടിയാണ് കടന്നു വരുന്നത്. എന്തായാലും വളരെ നല്ല ഫലങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച ഉള്ളത്.